പാളയത്തെ ആകാശ ദൃശ്യം കേരളത്തിന്റെ സാക്ഷ്യമാണ്. മുസ്ലിം ക്രിസ്ത്യൻ പള്ളികളും ക്ഷേത്രവും മുഖാമുഖം നോക്കി ഒന്നെന്ന് പറയുന്ന പ്രദേശം. ഗണപതി ക്ഷേത്രത്തിലെ ഗോപുര സമർപ്പണ ചടങ്ങ് ഇതേ ആശയത്തിന്റെ ആവർത്തനമായി. ചടങ്ങിൽ സന്യാസി വര്യന്മാരും പാളയം ഇമാം VP ഷുഹൈബ് മൗലവിയും ഫാദർ സജി ഇളമ്പശ്ശേരിയും പങ്കെടുത്തു. 50 അടി ഉയരമുള്ള ഗോപുരം പണിതിരിക്കുന്നത് ഉദയ ഗ്രൂപ്പാണ്. വർഗീയ ഭിന്നിപ്പിന്റെ ഇരുട്ടിലേക്ക് കേരളം തെളിക്കുന്ന വെളിച്ചമാണ്. കേരളത്തിന്റെ മാതൃകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ നമുക്കൊപ്പുണ്ട്. രാഹുൽ, ഇന്നലെ രാത്രി ഒരു 11 മണിയോടെ ഈ ക്ഷേത്രത്തിന് മുന്നിലൂടെ ഞാൻ വന്നതാണ്. കുറച്ച് ക്യാമറയിൽ ചില ഫോട്ടോകൾ എടുക്കുകയും ചെയ്തു. അത്രയും മനോഹരമായ ഗോപുരമാണ്. തൊട്ടു ചേർന്നാണ് മുസ്ലിം പള്ളി, തൊട്ടിപ്പുറത്തേക്ക് നോക്കിയാൽ അതിമനോഹരമായി ക്രിസ്ത്യൻ പള്ളി. പ്രത്യേകിച്ചും ഇപ്പോഴും തിരുവനന്തപുരത്തിൻ്റെ ഒരു മാസ്റ്റർ ചിത്രങ്ങളിൽ ഈ 3 ദേവാലയങ്ങൾ കൂടി വരുന്നതാണ് പലപ്പോഴും കാണാറ്. ഇപ്പോഴും അതിന് കുറച്ചുകൂടി ഒരു ഭംഗി കൈവരികയാണ്. ഇത് എത്ര നാൾ കൊണ്ടാണ് ഗോപുരത്തിൻ്റെ പണി പൂർത്തിയായത്? കുറേ നാളിങ്ങനെ മൂടിയിട്ട പോലെ നമ്മൾ കണ്ടിരുന്നു. പിന്നെ ആ ചടങ്ങ് അല്ലേ, ആ സമർപ്പണ ചടങ്ങിൻ്റെ പ്രത്യേകതയുമാണ് അതിലേറെ വലുത്. ആരൊക്കെ പങ്കെടുത്തു, എങ്ങനെ നടന്നു? ദേവീഷി പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പല കാഴ്ചകൾ നമ്മൾ തുടരെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു വാർത്തയാക്കുന്നുണ്ട്, ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ. പാളയത്തെ ഈ കാഴ്ച അത് അപരിചിതമായൊരു കാഴ്ചയെന്നല്ല എല്ലാവർക്കും അറിയാം. കാരണം ഒരു വശത്തൂടെ നടന്നാൽ ആദ്യം ക്ഷേത്രം, പിന്നീട് മുസ്ലിം പള്ളി, ഒന്ന് റോഡ് മുറിച്ച് കടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കത്തീഡ്രലുണ്ട്, പള്ളിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്താ പറയുക, മതസൗഹാർദ്ദത്തിൻ്റെ ഒരു സിമ്പിൾ, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു ദൃശ്യം. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഒരു ആംഗിളിന് മുകളിലേക്ക് ക്യാമറ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇത് 3 നമ്മുടെ ഫ്രെയിമിലേക്ക് വരുന്ന തരത്തിൽ അത്ര മനോഹരമാണ് പാളയം എന്ന ചിത്രം തരുന്ന ഒരു ആശയം. ഇനി എന്തുകൊണ്ടിത് നമ്മൾ ആവർത്തിച്ച് പറയുന്നു എന്നുള്ളതാണ്. അത് നമുക്കറിയാം, നമ്മുടെ ചുറ്റും കാണുമ്പോൾ ഈ ഒരു വർഗീയമായ ഭിന്നിപ്പിൻ്റെ പല കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ കേരളം മാതൃകയാകുന്നത് എങ്ങനെയാണ്? കേരളത്തിൽ ഇങ്ങനെയും പല കഥകളുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും രസകരമായ ഒരു കാഴ്ച അത് സ്റ്റോറിയാക്കിയത്. അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞതുപോലെ ഒരു അമ്പലത്തിൻ്റെ ചടങ്ങാണ്. ഗണപതിയുടെ ക്ഷേത്രത്തിൽ ഗോപുരം പണിയുന്നു. 50 അടി ഉയരമുള്ള മനോഹരമായ ഗോപുരമാണ്. രാത്രി കാഴ്ചയാണ് ഏറ്റവും മനോഹരം. നമ്മൾ സ്റ്റോറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പല നിറങ്ങളിൽ അത് കാണാൻ കഴിയും. അപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു ചടങ്ങിലേക്ക് ഈ പറയുന്ന തൊട്ട് അയൽവാസികളെ നമ്മൾ വീട്ടിലൊരു വലിയ ചടങ്ങ് നടക്കുമ്പോൾ വിളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവർ ഒത്തുചേരുന്നത് പോലെ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു ചടങ്ങിൽ ഈ പറയുന്ന പോലെ സന്യാസി വര്യന്മാരുണ്ട്, ഈ പറഞ്ഞ ഇമാമുണ്ട്, പിന്നെ ക്രിസ്ത്യൻ പള്ളിയിലെ ആളുകളുണ്ട്, അവിടുത്തെ പുരോഹിതന്മാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒത്തുചേരുന്നൊരു സംഗമവേദിയായിട്ട് ഇത് മാറുന്നു എന്നുള്ളത് ആ ആശയത്തെ, ഇപ്പം നമ്മൾ വെറുതെ കാഴ്ചയിൽ കാണുന്ന ആശയമല്ല, ആശയം എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് എന്നുള്ളത് കൂടി തെളിയിക്കുന്നുണ്ട് നമ്മുടെ ഈ ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു മാതൃകയാണ്. സന്തോഷമുണ്ട്. പാളയത്തൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജിയും, എന്താ പറയുക, ഇങ്ങനെ ആയിരിക്കണം നാട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്തെ പാളയം. ദേശ്